വത്തിക്കാനിൽ കർദിനാൾമാരുടെ കോൺക്ലേവ് സമാപിച്ചു. ആഗമന കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായി അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഇനി മുതൽ ലിയോ 14 എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ചരിത്രത്തിലാദ്യമായാണ് ഒരു അമേരിക്കക്കാരൻ മാർപ്പാപ്പയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇറ്റാലിയൻ ഫ്രഞ്ച് വംശജനാണെങ്കിലും അമേരിക്കയിലെ ഇലിനോയ് സ്റ്റേറ്റിലുള്ള ഷിക്കാഗോയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വൈദികനായി 3 വർഷം തികഞ്ഞപ്പോൾ 30-ാമത്തെ വയസ്സിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലേക്ക് അദ്ദേഹം നിയമിക്കപ്പെട്ടു. പിന്നീടുള്ള ദീർഘവർഷങ്ങൾ പെറു എന്ന രാജ്യത്ത് വൈദിക സേവനം അനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവക വികാരി, സെമിനാരി അധ്യാപകൻ, അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി പല പദവികൾ അദ്ദേഹം വഹിച്ചു. 2015 പെറുവിൻ്റെ പൗരത്വവും അദ്ദേഹം സ്വീകരിച്ചു. 2023 കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ ലിയോ 14 മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തന്നെ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് ഭാരതവും പാകിസ്ഥാനുമായി നടക്കുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ പോലും വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 12 വർഷങ്ങൾ നീണ്ട വ്യത്യസ്തമായൊരു കാലഘട്ടമായിരുന്നു. ലളിതാജീവിതം നയിക്കുകയും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും താതാത്മ്യം പ്രാപിക്കുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പതിവ് രീതികൾ വിട്ട്, യാഥാസ്ഥിക ചിന്തകൾ വിട്ട് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചാണ് മുൻപോട്ട് പോയിരുന്നത്. വലിയ വിമർശനങ്ങളും അദ്ദേഹത്തിന് സഭയ്ക്കകത്തു നിന്ന് തന്നെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇസ്രായേൽ വിരോധവും മുസ്ലിങ്ങളോടുള്ള അനുഭാവപൂർണമായ നിലപാടുകളും ഇടതുപക്ഷ വീക്ഷണങ്ങൾ പരസ്യമാക്കിയതും മുതലാളിത്തത്തിനെതിരെ ശബ്ദമുയർത്തിയതുമൊക്കെ എപ്പോഴും ലോകമെങ്ങുമുള്ള മാധ്യമങ്ങളിൽ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ശുശ്രൂഷ പങ്കാളിത്തം, സ്വർഗാനുരാഗികളായിട്ടുള്ള ദമ്പതികളെ ആശീർവദിക്കൽ തുടങ്ങിയ വിവാദമായ പല തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായി. LGBTQ സമൂഹത്തോടുള്ള അനുഭാവപൂർണമായ നിലപാടുകളും യാഥാസ്ഥിക കത്തോലിക്ക സമൂഹത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുകയും അത് ധീരമായി അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു മാർപ്പാപ്പയ്ക്ക് ശേഷം പുതിയ ഒരാൾ സ്ഥാനമേൽക്കുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് പുതിയ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ, എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്? ലാറ്റിൻ അമേരിക്കയിലെ പെറു പോലെ ഒരു 3-ാം ലോക രാജ്യത്ത് പാർക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ നിലവാരത്തിലുള്ള പാവങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്ന, അശരണരോട് ചേർന്ന് നിൽക്കുന്ന, അവഗണിക്കപ്പെടുന്നവരെ അംഗീകരിക്കുന്ന ഒരു മനോഭാവമായിരിക്കും ലിയോ 14 മാർപ്പാപ്പയ്ക്കും ഉണ്ടാകുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ മറ്റു പല വിഷയങ്ങളിലും കത്തോലിക്ക സഭയ്ക്ക് പാരമ്പര്യമായി ഉണ്ടായിരുന്ന യാഥാസ്ഥിക നിലപാടുകളോട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് ലിയോ 14 എന്നും ചിന്തിക്കുന്നവരുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ശക്തനായ വിമർശകരിൽ ഒരാളാണ് ലിയോ 14 എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ നിലപാടുകളിൽ കുടിയേറ്റ വിരുദ്ധ മനോഭാവം ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്ന് ലിയോ 14 തൻ്റെ മുൻകാലഘട്ടത്തിലെ പല പ്രസ്താവനകളിലൂടെ ഓർപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും വിമർശിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അവരുടെ നിലപാടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ അമേരിക്കയിൽ എത്തുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കത്തോലിക്ക മതവിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസികൾ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്നത് സഭയ്ക്ക് അമേരിക്കയിൽ കൃത്യമായ ഒരു സ്വാധീനമുണ്ടാകത്തക്ക നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ പതിറ്റാണ്ടുകളായി കത്തോലിക്ക സഭ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുടിയേറിയെത്തുന്ന, അനധികൃതമായ നിലയിൽ പോലും കുടിയേറിയെത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് നിയമപരിരക്ഷ നേടിക്കൊടുക്കുന്നതിനും അവർക്ക് അമേരിക്കയിൽ വസിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും കത്തോലിക്ക സഭയ്ക്ക് വിവിധങ്ങളായ സംവിധാനങ്ങളുണ്ടായിരുന്നു. ആ നിലയിൽ
ട്രംപിൻ്റെ കർശനമായ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്താക്കപ്പെടുവാൻ പോകുന്നത് കത്തോലിക്ക മതവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ സംവിധാനങ്ങൾ മുഴുവൻ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ മനോഭാവത്തിനെതിരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അമേരിക്കക്കാരനായ ഒരാൾ മാർപ്പാപ്പയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതിനെ ട്രംപ് വളരെ ഉത്സാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്തിരിക്കുന്നു. പുതിയ പോപ്പിനെ കാണുവാനായിട്ട് അതീവ താല്പര്യത്തോടു കൂടിയാണ് താൻ ആയിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും കുടിയേറ്റ വിഷയത്തിൽ ഇവർ തമ്മിലുള്ള വിയോജിപ്പുകൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നുള്ളതിന് സംശയമില്ല. എന്തായിരുന്നാലും അമേരിക്കയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണിത്. പോപ്പിൻ്റെ പദവിയിലേക്ക് ആദ്യമായി ഒരു അമേരിക്കക്കാരൻ എത്തിയിരിക്കുന്നു. അമേരിക്കയിലുടനീളമുള്ള കത്തോലിക്ക സഭയ്ക്ക് ഇതൊരു നവ ഊർജം നൽകുമെന്നുള്ളതിന് സംശയമില്ല. പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെ ലൈംഗിക പീഡനം മുതലായ വിഷയങ്ങളിലൊക്കെ വല്ലാതെ പതറിപ്പോയ ഒരു സഭയാണ് അമേരിക്കയിലെ കത്തോലിക്ക സഭ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നൊരാൾ പോപ്പായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ ഉണർവ് സഭയ്ക്കുണ്ടാകുമെന്നുള്ളതിനും അത് അമേരിക്കയിൽ കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ളതിനും സംശയമൊന്നുമില്ല. ഇനിയൊരു ചെറിയ കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിൽ വരണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അതിനുള്ള അനുമതികൾ നിഷേധിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദീർഘനാളുകൾ ആഗ്രഹിച്ചിട്ടും ഇന്ത്യയിൽ വരുവാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിൻ്റെ തൊട്ട് തലേ വർഷം, അതായത് 2024 കേരളം സന്ദർശിച്ചു. കേരളത്തിൽ ചില ദിവസങ്ങൾ അദ്ദേഹം ചിലവഴിച്ചു. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ 2024 ഏപ്രിൽ 22 നടന്ന നവവൈദികരുടെ പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിൽ അംഗമായിരുന്ന അദ്ദേഹം ആ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം എത്തിയത്. ഏതായാലും അദ്ദേഹം കേരളത്തിലെത്തി ഒരു വർഷം പിന്നിടുമ്പോൾ ലോകമെങ്ങുമുള്ള 140 കോടി കത്തോലിക്ക വിശ്വാസികളുടെ പരമോന്നത ആത്മീയ പിതാവായി അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ മത നേതാവായി അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരിക്കുമെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് ലോകമെങ്ങുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും. നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.